വർഷങ്ങളോളം പശ്ചിമ ബംഗാളിൽ ആരാലും ചോദ്യം ചെയ്യപ്പെടാതെ സ്വന്തം കൈവളിയിൽ വെച്ച് ഭരിച്ച ഒരു ജനപ്രിയ നേതാവിന്റെ കനത്ത രാഷ്ട്രീയ പതനത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ഇന്ത്യ. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിതവും ദയനീയവുമായ പരാജയത്തിന് പിന്നാലെ സംസ്ഥാനത്ത് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ അധികാരം പിടിച്ചതോടെ മമതാ ബാനർജിയുടെ തൃണമൂൽ സാമ്രാജ്യത്തിന്റെ അടിത്തറ പൂർണ്ണമായും ഇളക്കിയിരിക്കുകയാണ്. ഒരു കാലത്ത് അണികളെ വിരൽത്തുമ്പിൽ നിർത്തിയിരുന്ന മമതയ്ക്ക് ഇന്ന് സ്വന്തം പാർട്ടിയിലെ ആഭ്യന്തര ഭിന്നതകളും ലഹളകളും പോലും നിയന്ത്രിക്കാനാകാത്ത വിധം കടുത്ത രാഷ്ട്രീയ നിസ്സഹായാവസ്ഥയാണ് വന്നിരിക്കുന്നത്. കൊൽക്കത്തയിലെ റാണി രാജ്മണി അവന്യൂവിൽ മമതയ്ക്ക് നേരിട്ട് തെരുവിലിറങ്ങി കുത്തിയിരിപ്പ് സമരം നടത്തേണ്ടി വന്ന സാഹചര്യം ഒരു കാലത്തെ അജയ്യായ ഏകാധിപതിയുടെ കനത്ത പതനത്തിന്റെ വ്യക്തമായ അടയാളപ്പെടുത്തലാണ് എന്നതിൽ സംശയമില്ല. ബംഗാൾ ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് അന്ത്യം കുറിച്ച് ഉദിച്ചുയരുന്ന മമതാ ബാനർജി പിന്നീട് സംസ്ഥാന ഭരണകൂടത്തെയും പാർട്ടിയെയും പൂർണ്ണമായും തന്റെ ഏകാധിപത്യ ശൈലിയിലാണ് മുന്നോട്ട് നയിച്ചത്. എന്നാൽ അധികാരം കൈവിട്ടു പോയതോടെ പാർട്ടിയിൽ കാലങ്ങളായി പുകഞ്ഞിരുന്ന ആഭ്യന്തര ഭിന്നതകൾ ഇപ്പോൾ കനത്ത സ്ഫോടനത്തോടെ തെരുവിലേക്ക് എത്തിയിരിക്കുകയാണ്. തോൽവിക്ക് പിന്നാലെ പാർട്ടിയുടെ മുൻനിര നേതാക്കൾ മമതയുടെ കടുത്ത ശൈലിക്കെതിരെ പരസ്യമായി രംഗത്തിറങ്ങി. പ്രമുഖ നേതാവ് രത്പ്രതാ ബാനർജി ഉൾപ്പെടെയുള്ളവർ പാർട്ടി ലൈനിനെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞ് പുതിയ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുമായി കൈകോർക്കാൻ ശ്രമിക്കുന്നത് തൃണമൂലിനെ തകർച്ചയുടെ അരികിലെത്തിച്ചു. രത്പ്രതാ ബാനർജിയെ കള്ളൻ എന്ന് വിളിച്ച് പാർട്ടിയുടെ മുതിർന്ന നേതാവ് കല്യാൺ ബാനർജിക്ക് പരസ്യമായി വേദിയിൽ വെല്ലുവിളിക്കേണ്ടി വന്നത് മമതയ്ക്ക് സ്വന്തം അണികളിലുള്ള കൺട്രോൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനും മമതയുടെ പിൻഗാമിയുമായ അഭിഷേക് ബാനർജിക്കും കല്യാൺ ബാനർജിക്കും നേരെ സംസ്ഥാനത്തുണ്ടായ കനത്ത ശാരീരിക ആക്രമണങ്ങളും വ്യാപകമായ ഒഴിപ്പിക്കൽ നടപടികളും തൃണമൂൽ കോൺഗ്രസിനെ കടുത്ത പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. വോട്ടെണ്ണലിന് പിന്നാലെ 30ഓളം TMC പ്രവർത്തകർ കൊല്ലപ്പെട്ടതായി പാർട്ടി ആരോപിക്കുമ്പോൾ ഭരണത്തിന്റെ തണലിൽ മുൻപ് തൃണമൂൽ കാട്ടിയ അക്രമ രാഷ്ട്രീയത്തിന്റെ കടുത്ത തിരിച്ചടിയാണ് ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന വാദവും ശക്തമാണ്. മൈക്ക് ഉപയോഗിക്കാനോ വേദി കെട്ടാനോ അനുമതി നൽകാതെ സുവേന്ദു അധികാരിയുടെ പുതിയ BJP സർക്കാർ മമതയെ അതേ നാണയത്തിൽ നേരിടുമ്പോൾ പോരാട്ടമല്ലെങ്കിൽ മരണമെന്ന് മമതയ്ക്ക് ആക്രോശിക്കേണ്ടി വരുന്നത് പഴയ ഏകാധിപത്യ പ്രതാപത്തിന്റെ ദയനീയമായ അന്ത്യത്തെയാണ് കാണിക്കുന്നത്. അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കുട പിടിക്കുമെന്ന പഴഞ്ചൊല്ലിനെ അനുസ്മരിപ്പിക്കും വിധം അധികാരത്തിന്റെ അത്യുന്നതങ്ങളിൽ ഇരുന്നപ്പോൾ അണികളെയും ഉദ്യോഗസ്ഥരെയും വിറപ്പിച്ച മമതയ്ക്ക് ഇന്ന് കള്ളക്കേസുകളിൽ നിന്നും സ്വന്തം MLA-മാരെയും കൗൺസിലർമാരെയും പോലീസിന്റെ ഭീഷണിയിൽ നിന്നും രക്ഷിക്കാൻ പോലും കഴിയുന്നില്ല. ബംഗാൾ ഭരണം കൈവള്ളിയിൽ വെച്ച് വിസ്മയിപ്പിച്ച ഒരു സാമ്രാജ്യത്തിന്റെ അധിപതിക്ക് ഇന്ന് ഒരു സംസ്ഥാന ഭരണകൂടത്തിന്റെ കടുത്ത രാഷ്ട്രീയ പ്രതികാരത്തിന് മുൻപിൽ കൊൽക്കത്തയിലെ തെരുവിൽ വെറും നിലത്ത് കുത്തിയിരിക്കേണ്ടി വരുന്നു എന്നത് ചരിത്രത്തിലെ വലിയൊരു രാഷ്ട്രീയ വിരോധാഭാസമാണ്. ആഭ്യന്തര കലഹങ്ങളാൽ സ്വന്തം പാർട്ടി പോലും നിലനിർത്താൻ പാടുപെടുന്ന മമതാ ബാനർജിക്ക് ഈ കനത്ത വീഴ്ചയിൽ നിന്നും ബംഗാൾ രാഷ്ട്രീയത്തിലേക്ക് ഇനി ഒരു തിരിച്ചുവരവ് അതീവ ദുഷ്കരമായിരിക്കുമെന്നത് തീർച്ച.